സർ സർ നിങ്ങൾ ഇരുന്നാട്ടെ. ഞാൻ അറിയാം, കേരളത്തിലെ എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റത്തെയും ചൂണ്ടുവിരൽ കൊണ്ട് ആട്ടിക്കറക്കി കേരളക്കരയ്ക്ക് കിരീടം ചൂടിപ്പിച്ച എക്സ് ഹോം മിനിസ്റ്റർ നരസിംഹന്റെ മച്ചാൻ ദേവി പ്രസാദ് അലിയാസ് നാനി. ഇതുവരെയുള്ള ഭരണം നിങ്ങളുടേതാണ്. വരാനിരിക്കുന്ന ഭരണവും നിങ്ങളുടേതാണെന്ന് കരുതിയാൽ കറക്റ്റ്, ശരിയാണ് പറഞ്ഞത്. ഇപ്പോ ഞാൻ വന്ന കാര്യം അതും അറിയാം. ഒരു പാർട്ടി രൂപീകരിക്കണമെങ്കിൽ പാർട്ടി മെജോറിറ്റിയിൽ വിജയിക്കണം. അതിന് കള്ള വോട്ടാണ് വേണ്ടത്. ഓപ്പോസിഷൻ പാർട്ടി അറിയാതെ ബൂത്ത് ക്യാപ്ചർ ചെയ്യണം. ആരെങ്കിലും അതിനെ തടയാൻ വരികയാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ തലയും കൊയ്യണം. ഇതൊന്നും അറിയാൻ മേലാത്ത പോലെ ഞാൻ കണ്ണടച്ച് മിണ്ടാതിരിക്കണം അല്ലേ? എക്സാക്ട്ലി, ദാറ്റ് ഈസ് ദ ഡീൽ. ഞാൻ നിങ്ങളെ സഹായിക്കാവുന്ന ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചോദിച്ചോ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഒരു 1000 ഏക്കർ വേണോ? ഇവിടുത്തെ മെയിൻ സിറ്റിയിലെ ഒരു ഷോപ്പിംഗ് മാൾ വേണോ? വൈശാഖിലെ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി വേണോ? നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് പറ. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേരിൽ രജിസ്ട്രേഷൻ നടക്കും. ഒന്ന് ചൂണ്ടി കാണിച്ചാൽ മതി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തരുന്ന വാക്ക് തന്നെയാണല്ലോ നിങ്ങളും തരുന്നത്. വിശ്വസിക്കാവില്ല. ഡൗട്ടോ? എന്നെയോ? എടാ, മാഡത്തിന് എന്നെ വിശ്വാസമില്ലെന്ന്. മാഡം, ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് അധികാരം ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പിന്നെന്താ മാഡത്തിന് വിശ്വാസമില്ലാത്തത്? വിശ്വസിക്കും മാഡം, പ്ലീസ്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് എഴുതിയെടുക്കാം. അലിയ, എനിക്ക് ഈ സന്തോഷം എങ്ങനെ ആഘോഷിക്കേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആ ഇന്ദിര ഗുണ്ടായുസത്തെ പേടിക്കാതെ നമ്മളെല്ലാം കൊല്ലുന്നു പറഞ്ഞിരുന്നില്ലേ? എന്നിട്ടിപ്പോ നമ്മുടെയൊക്കെ ഓഫറുകൾക്ക് മുന്നിൽ അവൾ ആകെ പതുങ്ങിയിരിക്കുക. ഇപ്പൊ ലേഡി ബോണ്ടിന്റെ വായ ലോക്ക് ചെയ്തിട്ട് ഞാൻ വരുന്നേ. അലിയ, മറ്റൊരു കാര്യം, ആ ഇന്ദിര ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ആടി കളിക്കും. അതുപോലത്തെ പൂട്ടാ പൂട്ടിയത്.